മക്കളോട് ദേഷ്യപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മക്കൾ വിളിക്കുന്നത് പൊട്ട, മണ്ട, മാങ്ങാ തലയ, മരമണ്ട എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഞാനൊരു മണ്ടനാണ് എന്നുള്ള തോന്നൽ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ളവരെ ഇങ്ങനെ വിളിക്കാനുള്ള ടെൻഡൻസി കൂടി വരും. നിങ്ങളെ മക്കള് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ഒരുപാട് അറ്റാക്കിംഗ് മോഡിലേക്ക് പ്രവർത്തിക്കുക, അതായത് നിങ്ങൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ബിഹേവിയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളതെങ്കിൽ ഞാൻ ഈ പറയുന്ന കഥയൊന്ന് കേൾക്കാം. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി എന്നെ വന്നിട്ട് കാണുകയുണ്ടായി. എനിക്ക് നന്നായിട്ട് അറിയുന്നൊരു കുട്ടിയാണ്, അവളുടെ എല്ലാ സൈഡും എനിക്ക് അറിയുന്നൊരു കുട്ടിയാണ്. അവൾ പറഞ്ഞു, എൻ്റെ മോള് ഭയങ്കര ദേഷ്യക്കാരിയാണ്, അതിൻ്റെ ചെറുതിനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, നന്നായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്, നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തല്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ദേഷ്യം പിടിക്കുക, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് വാശി പിടിക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ആ കുട്ടിയിൽ. ഞാൻ എന്ത് ശ്രമിച്ചിട്ട് എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എന്നെ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ എങ്ങനെ കാണണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ മോക്ക്, നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആളെ അറിയുന്നത് കൊണ്ടും അതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് ഇരുന്ന് സംസാരിച്ചതിനെ കൊണ്ടും ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ കാര്യം പറയുന്നതിന് മുന്നേ വേറൊരു ഇൻസിഡന്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒരു മാസം മുന്നേ എൻ്റെ കുട്ടി, ആൾക്ക് 3.5 വയസ്സാണ്, അവന്റെ മെലോണ്ടിക് സ്കൂളിലേക്ക് ഞാൻ മീറ്റിങ്ങിന് പോയി. അവിടെ നിന്ന് അവന്റെ മാമിനോട് സംസാരിക്കുമ്പം ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം മാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെനിക്ക് തന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റിയലൈസേഷൻ ഉണ്ട്. മാം പറഞ്ഞു, അവൻ നല്ല കുട്ടിയാണ്, എന്നിട്ട് അവന്റെ ഓരോ ക്വാളിറ്റീസും മാം എടുത്തെടുത്തെടുത്ത് പറഞ്ഞു. അവന്റെ പ്രശ്നമായിട്ട് 1-2 കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും അവന്റെ പ്രശ്നമല്ല, അത് എന്റെയോ നിങ്ങളുടെയോ പ്രശ്നമാണ്. സോ നമ്മൾ രണ്ടാളൊന്ന് ഇരുന്നിട്ട് സോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മാം പറഞ്ഞൊരു പോയിന്റ് ഓഫ് വ്യൂ നോക്കിയൊക്കെ, എൻ്റെ കുട്ടീൻ്റെ പാരൻസ് മീറ്റിങ്ങിന് പോയപ്പം എൻ്റെ കുട്ടീൻ്റെ 1-2 ചെറിയ പ്രശ്നങ്ങൾ അത് മാം എന്നോട് പറഞ്ഞത് അത് അവൻ്റെ പ്രശ്നമല്ല കേട്ടോ, അത് നമ്മളുടെ അടിയിൽ ചെറിയൊരു പ്രശ്നം വന്നു പോയിട്ടുണ്ട്. മേ ബി എൻ്റെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കാം. സോ നമുക്കതൊന്ന് സോർട്ട് ചെയ്യണം എന്നുള്ളത് ശരിയാണ്. കുട്ടികൾക്ക് ഈ ബാഡ് ഹാബിറ്റ്സ്, കുട്ടികൾക്ക് ബാഡ് വേർഡ്സ്, ബാഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് അവൻ എവിടെ നിന്നോ റിസീവ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ, അല്ലാതെ അവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പുതിയ ഡിക്ഷണറിയിലുള്ള വേർഡ്സോ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നല്ല. അവൻ കണ്ടതായിരിക്കാം, അവൻ കേട്ടതായിരിക്കാം, അവൻ അനുഭവിച്ചതായിരിക്കാം. ഇതല്ലാത്ത കുട്ടികൾ ഇവിടെ നിന്ന് എന്ത് കൊടുക്കാനാ? മേ ബി കാർട്ടൂണിൽ നിന്നായിരിക്കാം, മേ ബി സ്വന്തം പാരന്റ്സിൽ നിന്നായിരിക്കാം, സ്വന്തം ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ ആയിരിക്കാം. അതായത് ആ ടീച്ചർ എനിക്ക് എന്നിട്ടുള്ള ഒരു ഇൻസൈറ്റ് ഭയങ്കര വലുതായിരുന്നു. നമ്മളെടുത്തുനിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ കുട്ടികൾക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളത്. ചിലപ്പോൾ നമ്മളെടുത്തു നിന്നായിരിക്കാം, സൊസൈറ്റിയിൽ നിന്നായിരിക്കാം, ഡെഫിനറ്റ്ലി ചെറിയ മക്കളാവുന്ന സമയത്ത് നമ്മളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് തന്നെയാണ്. ആ 7 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ അങ്ങോട്ടേക്കുള്ള അവന്റെ ആ ഒരു യൗവനത്തിനെയും അവന്റെ കൗമാരത്തിനെയും പോലും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മക്കളോട് ചിലപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടാവില്ല, മക്കളോട് ദേഷ്യപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മക്കൾ വിളിക്കുന്നത് പൊട്ട, മണ്ട, മാങ്ങാ തലയ, മരമണ്ട എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഞാനൊരു മണ്ടനാണ് എന്നുള്ള തോന്നൽ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ളവരെ ഇങ്ങനെ വിളിക്കാനുള്ള ടെൻഡൻസി കൂടി വരും. കാരണം ഉമ്മ